सिर्फ नाम नहीं, ब्रांड है, ब्रांड। ഹായ് ഹലോ ഫ്രണ്ട്സ്, ഞാനാണ് നിങ്ങളുടെ പാലക്കാട്ടുകാരൻ. ഈ പാലക്കാട്ടുകാരൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോണത് ഒരു യൂസ്ഫുള്ളായ പ്രോഡക്റ്റിനെ കുറിച്ചാണ്. യൂസ്ഫുള്ളായ പ്രോഡക്റ്റ് എന്ന് ആദ്യമേ പറയാൻ കാരണം എൻ്റെ വീഡിയോ കണ്ട ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ ചെയ്യുമ്പോൾ കുറച്ച് യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ചെയ്തുകൂടാന്ന്. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കി എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോണത്. അതൊന്നുമല്ല, ഒരു ഇൻവെർട്ടർ ഫാനിനെ കുറിച്ചാണ്. ഇൻവെർട്ടർ ബൾബുകളിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, കണ്ടിട്ടുണ്ടാകും. ഇൻവെർട്ടർ ഫാൻ അധികം കൂടുതൽ ആരും യൂസ് ചെയ്തിട്ടുണ്ടാകില്ല. മാർക്കറ്റിൽ അതിൻ്റെ ബ്രാൻഡഡ് ഒക്കെ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചൈന പ്രോഡക്റ്റാണ്. അതെനിക്ക് ചൈന പ്രോഡക്റ്റ് ആണെന്ന് പറയാൻ കാരണം യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ബഡ്ജറ്റിന് നല്ല ക്വാളിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല, വരി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുറക്കാം. ഇത് തന്നെ ചൈന പ്രോഡക്റ്റ് ആയാലും ബോക്സ് സൂപ്പറായിട്ടുണ്ട്. ഉള്ളിൽ പ്രോഡക്റ്റും അതേപോലെ സൂപ്പറായിട്ടുള്ള പ്രോഡക്റ്റാണ്. ആദ്യം നമുക്ക് ലീഫ് നോക്കാം. 5 ലീഫാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഗ്രില്ല് പൗഡർ കോട്ടിങ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് സൈഡ് ഗ്രില്ല് കാറിൻ്റെ പേര് എഴുതിയിട്ട്. പിന്നെ റീചാർജബിൾ കേബിൾ, USB കേബിളും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ച് അത് മൊബൈൽ റീചാർജ് ചെയ്യാം. അതിനുള്ള പോർട്ട് അതിലുണ്ട്, പവർ ബാങ്ക് പോലെ യൂസ് ചെയ്യാം നമുക്ക്. പിന്നെ ലീഫും ഗ്രില്ലും സെറ്റ് ചെയ്യാനുള്ള ഈ ഫിറ്റിങ്സ്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണമെന്നൊന്ന് നോക്കാം. ആദ്യം ബാക്ക് സൈഡ് ഗ്രില്ല്, അടുത്ത ലീഫ്, പിന്നെ ലീഫിന്റെ ഫിറ്റിങ്സ്. സ്ക്രൂ ഡ്രൈവർ തെരഞ്ഞത്. അപ്പോൾ നമുക്കത് ആദ്യം സ്വിച്ച് ഓൺ ആക്കി നോക്കാം. മീഡിയം സ്പീഡിലാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഹൈ സ്പീഡ് ആക്കാൻ പോകണം. നമുക്ക് ഈ ഫാനിൽ ഇവിടെ എഴുതിയിട്ടുള്ള സ്വിച്ചിൻ്റെ ഓപ്ഷനൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊബൈൽ എടുത്തിരിക്കുന്നു. ബാക്ക് സൈഡ് ക്യാമറയിലാണ് ഇപ്പോൾ ഇതിന് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം ഇതിൻ്റെ DC കറണ്ട് വർക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. DC കറണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയും, ഡയറക്റ്റ് കറണ്ട്, അതായത് ബാറ്ററിയിലൊക്കെ വർക്ക് ആകുമല്ലോ, ഐ കറണ്ട്. ഇപ്പോൾ ഈ ഫാന് ബാറ്ററിയിലാണ് വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ നമുക്കതിനെ എ സിയിലാക്കാം. എ സി പറഞ്ഞ ആൾട്ടർനേറ്റീവ് കറണ്ടാണ്. നമ്മളുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ആൾട്ടർനേറ്റീവ് കറണ്ടാണ്. സ്വിച്ച് ആൾട്ടർനേറ്റീവ് കറണ്ട് ഇട്ടപ്പോൾ അത് വർക്കായില്ല. അത് കാരണം നമ്മളിതിൻ്റെ സ്വിച്ച് ഇവിടെ ഇടണം. സാധാരണ നമ്മളുടെ ടേബിൾ ഫാനൊക്കെ വർക്കാകുമല്ലോ, അങ്ങനെ വർക്കാവും. അപ്പോൾ അതിൻ്റെ ചാർജ് ലോ ആയത് കൊണ്ടാണ് റെഡ് കളർ ബാറ്ററി കത്തിക്കൊണ്ടിരിക്കുന്നത്. വർക്കിംഗ് ആകുമ്പോൾ ഗ്രീൻ കളർ കത്തും. ഫുള്ളായ അതും ഗ്രീൻ കളറാവും. അപ്പോൾ നമുക്കതിനെ ഓഫാക്കാം. പിന്നെ ഇതിൽ ലൈറ്റ് ഓപ്ഷൻ, LED ലൈറ്റിൻ്റെ ഓപ്ഷനും അവർ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സ്വിച്ച് നേടാം. ലൈറ്റ് കത്തുണ്ട്, ഓഫാക്കി. പിന്നെ അതേപോലെ ഇതിൽ നമുക്ക് മൊബൈൽ ചാർജിങ് എങ്ങനെയാണ് ചെയ്യണത് നമുക്ക് മേടിക്കുമ്പോൾ കൊടുത്ത USB കേബിൾ ഉണ്ടാകും. അതിനെ നമ്മൾ ഫാൻ്റെ USB പോർട്ടിൽ ഫിക്സ് ചെയ്യുക. പിന്നെ LED ഓഫ് USB പറഞ്ഞ് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിൽ USB ചേഞ്ച് ചെയ്താൽ മൊബൈൽ ചാർജ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമുക്ക് പവർ ബാങ്ക് ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യം ഉണ്ടാകില്ല. പവർ ബാങ്ക് ചെറുത്, ഇത് വലുത്, അങ്ങനെയില്ല. പവർ ബാങ്ക് കൊണ്ടുപോയി നമുക്ക് കാറ്റ് കിട്ടില്ലല്ലോ. ഇതാകുമ്പോൾ നമുക്ക് കാറ്റും കിട്ടും, വെളിച്ചത്തിന് വെളിച്ചവും കിട്ടും, പവർ ബാങ്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ നോക്കിക്കോളി, ഓഫ് ആകുന്നുണ്ട്. ഈ വർക്കിംഗ് ഒക്കെ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫാൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ച് കണ്ടു, എങ്ങനെയാണ് ഈ ഫാന് വർക്ക് ചെയ്യിപ്പിക്കണമെന്നൊക്കെ കണ്ടു. അപ്പോൾ അതേപോലെ ബ്രാൻഡ് ഏതാണെന്ന് അത്ര സമയമായിട്ട് പറഞ്ഞില്ല. ബ്രാൻഡ് ഡൊമോഡ എന്ന് പറയുന്ന ബ്രാൻഡാണ്, ചൈന ബ്രാൻഡാണ്. പിന്നെ അതേപോലെ നമ്മുടെ ആൾക്ക് ഇതിൻ്റെ ചെറിയ മൈനസ് പറഞ്ഞാൽ നമ്മൾക്ക് ഗ്യാരണ്ടി ഇല്ല. അതുമാത്രമാണ് ഒരു ചെറിയ മൈനസ് ഉള്ളത്. ഞാനിത് മേടിച്ചത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡ്യൂട്ടി പെയ്ഡ് ഷോപ്പിൽ നിന്നാണ് സ്വന്തമാക്കിയത്. ഇതിൽ മേടിക്കുമ്പോൾ ഞാൻ കൊടുത്ത വില 2000 രൂപയാണ്. ഇതേ നമ്മളിപ്പോൾ ബ്രാൻഡഡ് ഫാൻ എടുത്ത ഇൻവെർട്ടർ ഫാൻ എടുത്താൽ നമുക്ക് ഇതിൻ്റെ ഡബിൾ ആകും, 4000 5000 എന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വിലയും കുറവ്, പ്രോഡക്റ്റും നന്നായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ വീട്ടിൽ ഇൻവെർട്ടറൊക്കെ വെച്ചാൽ ഒരു 30,000 40,000 എന്നൊക്കെ ചിലവാകും. അതിന് ഒരു ഫാനാകുമ്പോൾ ഈ വിലയ്ക്ക് നമുക്ക് സുഖമായിട്ട് ഉപയോഗിക്കാം, നമ്മളെ പോലെയുള്ള ആൾക്കാർക്ക്. വർക്കിംഗ് ടൈമിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ലോ സ്പീഡിലിട്ട് നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യിപ്പിച്ചാൽ 10 മണിക്കൂർ, മീഡിയം സ്പീഡിലിട്ടാൽ 7 മണിക്കൂർ, ഹൈ സ്പീഡിലിട്ടാൽ നിങ്ങൾക്ക് 3 മണിക്കൂറേ നിൽക്കുള്ളൂ. എനിക്ക് മീഡിയം സ്പീഡിൽ ഇട്ടിട്ടാണ് അധികം ഇത് യൂസ് ചെയ്യണത്. കുഴപ്പമില്ല, ഒരു 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെ നിൽക്കുന്നുണ്ട്. അതേപോലെ അതിനെ ഗ്യാരണ്ടി പറയണില്ല, ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമാണ് പങ്കുവയ്ക്കണത്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് എനിക്ക് യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അത് മേടിച്ചത്. ഇപ്പോൾ നിങ്ങൾക്കും കുട്ടികളുണ്ട്, അല്ലെങ്കിൽ വീട്ടിൽ ആർക്കെങ്കിലും ഇപ്പോൾ കറണ്ടൊക്കെ പോയ ഫാനിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് ഇത് മേടിച്ച് ഉപയോഗിക്കാം. ഒരു കംപ്ലൈൻറ്റും ഇല്ല. കറക്റ്റായിട്ട് മേടിച്ച ദിവസം മാത്രം ഒരു 10 മണിക്കൂർ ചാർജ് ഇടണം. പിന്നെ നമ്മളുടെ യൂസ് എങ്ങനെയോ അതുപോലെ നമുക്ക് ചാർജ് ഇട്ടാൽ മതി. അപ്പോൾ നല്ല യൂസ്ഫുൾ പ്രോഡക്റ്റാണ്, ലോ പ്രൈസിന് നല്ല ഐറ്റം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എൻഡിലേക്ക് വന്നിരിക്കണം. അപ്പോൾ നാം ഇന്ന് പരിചയപ്പെടുത്തിയ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും, യൂസ്ഫുൾ ആയിട്ടുണ്ടാകും എന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ തെറ്റുകളും ശരികളും എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.